SDP പിന്തുണ സ്വീകരിക്കില്ലെന്നും വ്യക്തിപരമായി ആർക്കും വോട്ട് ചെയ്യാമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും UDF ഒരേപോലെ എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDFും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDFിന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ SDP പിന്തുണ സ്വീകരിക്കേണ്ടെന്ന തീരുമാനം UDF ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. പൗരത്വ നിയമത്തിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം പ്രധാനമന്ത്രിക്കെതിരല്ലെന്നും ഹസൻ പറയുകയാണ്. SDPI പിന്തുണ പ്രഖ്യാപിച്ച ഏപ്രിൽ 1 എറണാകുളത്ത് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമപ്രവർത്തകർ എന്നോട് ഇത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞ മറുപടി ഞങ്ങൾ ആലോചിക്കും. ഞങ്ങൾ UDFിലും പാർട്ടിയിലും ആലോചിച്ച ശേഷം മാത്രമേ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ. ഇന്നലെയാണ് UDFിൻ്റെ നേതാക്കൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യാനൊരു അവസരം കിട്ടിയത്. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെടുത്ത കൂട്ടായ തീരുമാനമാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞത്. ഈ പൗരത്വ നിയമത്തെക്കുറിച്ച് കൽപ്പറ്റയിൽ സംസാരിച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം ഒരു വാക്ക് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാനാണ്, ഇന്ത്യയുടെ മതേതരത്വത്തെ രക്ഷിക്കാനാണ്, ജനാധിപത്യത്തെ രക്ഷിക്കാനാണ് അദ്ദേഹം വോട്ട് ചോദിച്ചത്. അല്ലാതെ അദ്ദേഹത്തിനല്ല വോട്ട് ചോദിച്ചത്. ബി ദിലീപ് കുമാർ ദീപക് ധർമ്മടം ചേരുന്നു. ദിലീപ്, സാധാരണഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സാധാരണമല്ല, ഏതെങ്കിലും സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയൽ സാധാരണമല്ല. നമ്മൾ നേരത്തെ ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞ് അങ്ങനെ നിൽക്കലാണ് പതിവ്. ഇതിപ്പോൾ വളരെ വ്യക്തമായി SDP എന്ന സംഘടനാ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് UDF പറയുന്നത് അത്രത്തോളം സമ്മർദ്ദമുണ്ട്, അത്രത്തോളം ഡാമേജ് അത് കേരളത്തിന് പുറത്തുണ്ടാക്കും എന്ന വ്യക്തമായ തിരിച്ചറിവിലല്ലേ ദിലീപ് കുമാർ? ഹാഷ്മി, UDFിൽ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കാരണം SDP പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ പരസ്യമായി തന്നെ തള്ളിപ്പറയുക എന്ന നിലപാട് സ്വീകരിക്കുന്നതിനോട് വിയോജിപ്പുള്ള ചിലരെങ്കിലും ഇപ്പോഴും UDFിലുണ്ട്. അതിൻ്റെ ആദ്യ പ്രതികരണമാണ് കൊല്ലത്ത് നിന്നുള്ള UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ്റെ വാക്കുകളിലൂടെ തന്നെ പുറത്തു വന്നിട്ടുള്ളത്. ആരെങ്കിലും പിന്തുണയുമായി വന്നാൽ അതിനെ പരസ്യമായി തള്ളിക്കളയണമോ എന്ന നിലയിലുള്ള നിലപാടാണ് NK പ്രേമചന്ദ്രൻ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ അവരുടെ പ്രതികരണമൊക്കെ ഈ SDP പിന്തുണയെ തള്ളിക്കളയാതെ തന്നെ ഇത്തരത്തിലൊരു പിന്തുണ നൽകിയതിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അത് KPCC പ്രസിഡന്റ് K സുധാകരൻ മുതൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരെയുള്ളവരുടെ നിലപാട് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇത് ദേശീയ തലത്തിൽ SDP പിന്തുണ സ്വീകരിക്കുന്നത് വലിയ തിരിച്ചടിയാകും എന്ന് കണക്കുകൂട്ടി ഹൈക്കമാൻഡിൻ്റെ സമ്മർദ്ദമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായുള്ളത്. ഹൈക്കമാൻഡ് ഈ SDP പിന്തുണയെ പരസ്യമായി സംസ്ഥാനത്തെ UDF നേതാക്കൾ തള്ളിക്കളയണം, SDP പിന്തുണ സ്വീകരിക്കേണ്ടതില്ല, ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെയാണ് UDFും കോൺഗ്രസും കാണുന്നത് എന്ന സന്ദേശം ഇതിലൂടെ നൽകണം എന്ന സമ്മർദ്ദം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും UDFിൻ്റെ നേതാക്കളുമൊക്കെ ഇക്കാര്യം ചർച്ച ചെയ്യുകയും SDP പിന്തുണ വേണ്ട എന്ന നിലപാട് അത് പരസ്യമായി തന്നെ പറയുന്നതിനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ SDP പിന്തുണ SDP പാർട്ടി പ്രവർത്തകർ വോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ തള്ളിക്കളയേണ്ടതില്ല. ഒരു SDP ഒരു കേഡർ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് അതിൻ്റെ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, ആർക്ക് വോട്ട് ചെയ്യണം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ അറിയാം. അതുകൊണ്ട് ആ തീരുമാനങ്ങളിലേക്കൊന്നും ഇടപെടേണ്ട. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ SDP പിന്തുണ ആവശ്യമില്ല എന്ന നിലപാട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും കൈക്കൊള്ളുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഹൈക്കമാൻഡിൽ നിന്നുള്ള സമ്മർദ്ദം തന്നെയാണ്. ഹാഷ്മി.